കാനഡയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. നിങ്ങളിത് കേൾക്കുക. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ഒരിക്കലും ആരും ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഈ സംഭവം നടക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. വളരെ അവശ്യ നിലയിൽ ഒരു പെൺകുട്ടിയെ ഒരു കനേഡിയൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. 23 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. ഇവിടെ പഠിക്കാനായിട്ട് വന്നതാണ്. ആ പെൺകുട്ടിയെ ഡോക്ടർമാർ പരിശോധിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർമാർക്ക് ഒരു കാര്യം മനസ്സിലാകുകയാണ്. പ്രസവം കൊണ്ട് ശരീരത്തിനുണ്ടായ ക്ഷതമാണ് ഈ കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഉടൻ തന്നെ എമർജൻസിയിലേക്ക് കയറ്റി വേണ്ട ചികിത്സകൾ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് ആയില്ല. അപ്പോൾ തന്നെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ കൂടെ മറ്റ് 2 പേരുണ്ട്. പോലീസ് വരുന്നു, കൂടെയുള്ളവരെല്ലാം ചോദ്യം ചെയ്യുകയാണ്. കാരണം ഈ പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ട്, പക്ഷേ കുഞ്ഞെവിടെയാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ കനേഡിയൻ പോലീസുകാർ ഈ കുഞ്ഞിന് വേണ്ടി തെരച്ചിലാരംഭിച്ചു. അങ്ങനെ തെരഞ്ഞ് അവസാനം ഒരു കാട്ടിൽ നിന്നും ഈ പിഞ്ചു കുഞ്ഞിൻ്റെ ബോഡി കണ്ടുകിട്ടുകയാണ്. ഇവർ വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഈ കുട്ടി മരിച്ചു. ആ കുട്ടിയുടെ മൃതദേഹം കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു. അതിനുശേഷം അത്യാസന്ന നിലയിലായ ഈ 23 വയസ്സുള്ള പെൺകുട്ടിയുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ആ കുട്ടി മരിക്കുകയാണ്. കാനഡയിലേക്ക് കുടിയേറി നല്ല രീതിയിൽ ജീവിക്കാൻ വന്ന പെൺകുട്ടിയാണ്. പക്ഷേ ഈ രീതിയിലൊരു സംഭവം നടന്നു. ഏതോ റിലേഷൻഷിപ്പിൽ പെട്ടു, പ്രഗ്നൻ്റായി. എന്നാൽ അത് ബന്ധുക്കളെയോ മിത്രങ്ങളെയോ ഈവൻ ഹോസ്പിറ്റലിനെ പോലും അറിയിക്കാതെ സ്വന്തമായി പ്രസവിക്കാൻ ശ്രമിച്ചു. 2 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. മനുഷ്യനാണ്, തെറ്റുകൾ പറ്റും. ആ തെറ്റുകൾ പറ്റി എന്നതുകൊണ്ട് മറച്ചു വയ്ക്കരുത്. സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടും. മാന്യമായി ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടുക. അതിനുശേഷം പിന്നീടുള്ള കാര്യം പിന്നീട് നമ്മൾ നോക്കണം. എന്ത് വന്നാലും നേരിടുക. എന്താണെങ്കിലും സംഭവിച്ചു പോയി. അല്ലാതെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലൂടെയല്ല ഒരു തെറ്റും മറക്കേണ്ടത്. ഇത് മനസ്സിലാക്കുക. എവിടെ പോയാലും മാന്യമായി നിയമമനുസരിച്ച് ജീവിക്കുക. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും.